മഷ്റൂം മസാല ഇതൊരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. നമ്മളെ മലയാളികളുടെ കറികളുടെ ഒരു ടേസ്റ്റ് അല്ല ഇതിന് വരുന്നത്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ആദ്യം 2 സവാള എടുത്ത് അതൊന്ന് സ്ലൈസ് ചെയ്ത് എണ്ണയിൽ നന്നായി മൂപ്പിച്ചെടുക്കുക. മിക്സിയിൽ ഇഞ്ചി, വെളുത്തുള്ളി, ഇതിനോടൊപ്പം 3 പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കാമേ. അതിനുശേഷം എണ്ണയിൽ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സവാള മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കുക. നമ്മുടെ പ്രധാന കഥാപാത്രമായ കൂൺ ഇവിടെ ഇരിപ്പുണ്ട്. അതായത് മഷ്റൂം നന്നായി കഴുകി ചെറിയ പീസുകളാക്കി അതിലേക്ക് മിക്സിയിൽ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന സവാളപ്പൊടിയും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും അതിനോടൊപ്പം 1 ടീസ്പൂൺ മീറ്റ് മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഉപ്പും ചെറിയ ജീരകം ഉണ്ടല്ലോ നമ്മുടെ അത് ഒരു നുള്ളും ചേർത്ത് 1 കപ്പ് തൈരും മല്ലിയില ചെറിയ പീസാക്കിയതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. കുറച്ച് സമയം അത് അവിടെ വെച്ചേക്കുക. അപ്പോഴേക്കും നമുക്ക് മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെക്കാമേ. അതിലേക്ക് എണ്ണയൊഴിച്ച്, അതായത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പം വലിയ ജീരകം, അതായത് പെരുംജീരകം ഇട്ട് ഒപ്പം മസാലകൾ, അതായത് ഏലക്ക, ഗ്രാമ്പു, തക്കോലം, കറുവപ്പട്ട, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇവയെല്ലാം കൂടെ അങ്ങോട്ട് ചേർക്കുക. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ 1/4 ടീസ്പൂൺ വീതം മതി. അതിലേക്ക് ഇട്ടിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മൾ ഈ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന മഷ്റൂമിനെ എടുത്ത് അതിലേക്ക് ഇടുക. ഇട്ട് ഒന്ന് ഇളക്കി വേവിക്കുക. മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് കുറുകി വരുമ്പോൾ പരുവാകുമ്പം മല്ലിയില ഇട്ട് വാങ്ങുക. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം.